ഈ വർഷത്തെ MS സുബ്ബലക്ഷ്മി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള O മാധവൻ പുരസ്കാരദാനമാണ്. നമുക്കറിയാം, കൊല്ലം കാളിദാസ കലാകേന്ദ്ര സ്ഥാപകൻ, നാടക കുലപതി, സ്റ്റേറ്റ് അവാർഡ് വിന്നർ എന്നീ നിലകളിൽ ശോഭിച്ച അനുഗ്രഹീത കലാകാരനാണ് ശ്രീ O മാധവൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ ശ്രീകൃഷ്ണ നാട്യ സംഗീത അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ O മാധവൻ പുരസ്കാര ജേതാവ് പ്രശസ്ത നാടക നടനും സിനിമാ നടനുമായ ശ്രീ പ്രമോദ് വെളിയനാടാണ്. ഈ വർഷത്തെ O മാധവൻ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ പ്രമോദ് വെളിയനാട് അവർകളെ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാന്യരായ ജസ്റ്റിസ് N നാഗരേഷ് സാറിനെയും ജസ്റ്റിസ് CK അബ്ദുൾ റഹീം സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറുവാക്കിനായി ശ്രീ പ്രമോദ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഏറെ നമസ്കാരം. വല്ലാത്ത സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഒരുപാട് പറയുന്നില്ല, സമയം ഒരുപാട് വൈകിട്ടുണ്ട്. ഒരു ഓർമ്മ പുതുക്കലും ഒരു അഭ്യർത്ഥനയും ഒരു സമർപ്പണവും കൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ കുട്ടനാട്ടിലാണ് എൻ്റെ സ്വദേശം. ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് എന്ന് പറയുന്ന ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ വട്ടം പൊളിഞ്ഞ് കൊട്ടായി കയറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് നാടകങ്ങളുണ്ടായിരുന്നു, പ്രൊഫഷണൽ നാടകങ്ങൾ. അപ്പോൾ അങ്ങനെ നാടകങ്ങൾ കണ്ടാണ് നാടകക്കാരനാകണമെന്നുള്ള ചിന്ത വന്നത്. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഒരു നാടകം എൻ്റെ വീടിനടുത്തുള്ള ഒരു SNDPയിൽ അവതരിപ്പിക്കുന്നു. അന്ന് ഞാനൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഒരു കയ്യിൽ കൊണ്ടും ഒരു ഷർട്ടും ഒക്കെ എടുത്ത് വെച്ച്, ഒരു അണ്ടർവെയറും ഒക്കെ എടുത്തിട്ട് കൈ വെച്ചുകൊണ്ട് അമ്പല കമ്മിറ്റിക്കാരോട് എന്ന് ചോദിച്ചു, ഒരു ചെറിയ മിമിക്രിയൊക്കെ അവതരിപ്പിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു. അവരാദ്യം മുമ്പേ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാവശ്യം എന്നെ വിലക്കി വിട്ടു, നാടകം തുടങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നാടകം തുടങ്ങാൻ കുറച്ച് സമയത്തിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നപ്പോൾ അവർ പറഞ്ഞു കയറി ഇലക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ തുടക്കം തന്നെ ഈ കള്ളുകൂടിയനായിട്ട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് വരുന്നത്, അതിനുവേണ്ടി ഈ ഉടുപ്പെല്ലാം കരുതി വെച്ചിരുന്നത്. പോലീസുകാർ അതിലെല്ലായിട്ട് ഓടിച്ചു. കുറച്ച് നേരം പറമ്പൊക്കെ ഒന്ന് ബഹളമൊക്കെ വെച്ചു. നടന്ന് ഞാൻ സ്റ്റേജിൽ കയറി കുറേ ഐറ്റംസുകൾ കാണിച്ചപ്പോൾ ഞാൻ അവിചാരിതമായി ഇങ്ങനെ നോക്കുമ്പം ഈ തട്ടിയുടെ ഇടയിൽ 2 മഹാരഥന്മാർ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് ബഹുമാനീയനും ആദരണീയനുമായ O മാധവൻ സാറും D ഫിലിപ്പ് സാറുമായിരുന്നു രണ്ടാമത്തെ ആൾ. പരിപാടി കഴിഞ്ഞു. ഞാൻ തിരിച്ച് ശരിക്കും എനിക്കിതിലെ സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവാം, ഇവരെ ഒന്നുകൂടെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഗ്രീൻ റൂം വഴി ചെന്നപ്പോൾ മാധവൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിഞ്ഞു വരാൻ പറഞ്ഞു. ഞാൻ കാലിൽ തൊട്ട് കൊടുത്തപ്പോൾ എൻ്റെ 2 കൈയും തലയിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ വലിയ നടനാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ആ നിമിഷം ഓർക്കുകയാണ്, വലിയ നടനായില്ലെങ്കിൽ കൂടി ഇതിൻ്റെ അടുത്തൂടെയൊക്കെ നടക്കാൻ പറ്റിയല്ലോ. അദ്ദേഹത്തിൻ്റെ പേരിലൊരു പുരസ്കാരം ഇങ്ങനെ മേടിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. രണ്ടാമത്തത് ഒരു അഭ്യർത്ഥനയായിട്ടോ അപേക്ഷയായിട്ടോ കാണണം. കാരണം ഈ വേദിയിൽ ജനപ്രതിനിധിയുണ്ട്, ഒപ്പം ജഡ്ജിമാർ അവരുണ്ട്. അവരോട് ഒരു അഭ്യർത്ഥന, ഈ ഹൈക്കോടതി വിധിയാണ് അല്ലെ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞുണ്ട്. ഞങ്ങൾ പാവപ്പെട്ട നാടക കലാകാരന്മാർ, സ്റ്റേജ് കലാകാരന്മാർ 10 മണിക്ക് മൈക്ക് ഓഫാക്കിയിട്ട് വീട്ടിൽ ഇരിക്കുക സാറ്, ഭയങ്കര പ്രയാസമുണ്ട്. ഇതല്ലാതെ വേറൊരു പണി അറിയത്തില്ലെന്നേ. ഇത് കോടീശ്വരന്മാരൊന്നും അല്ലേ ഈ നാടകം കളിക്കാനും ഈ സ്റ്റേജ് പരിപാടിക്കൊന്നും വരുന്നത്. 2500 രൂപ 1500 രൂപയ്ക്കൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ. അപ്പോൾ 10 മണിയാകുമ്പോൾ വന്ന് നിർത്തിക്കോ എന്ന് പറയുമ്പോൾ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, അവൻ മുഖത്ത് ചായം തേച്ച് അല്ലെങ്കിൽ ഒരു പാട്ടുകാരനാണെങ്കിൽ പാട്ട് അത് മുഴിപ്പിക്കാതെ വേദിയിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് കുത്തിക്കൊല്ലുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സാറേ, കാല് പിടിച്ച് പറയുക, ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലരുത്, എന്തെങ്കിലും രീതിയിലൊരു മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ മാറ്റണം. കുറേ നാടക പ്രവർത്തകർക്ക് വേണ്ടി സംസാരിക്കുക. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സാംസ്കാരിക പ്രവർത്തനം നടന്ന ഇരുട്ടിൻ്റെ മറവിലാണെന്നാണ് എൻ്റെ ചെറിയ അറിവ്. അപ്പം അത് വേണ്ട എന്ന് പറയുന്ന കുറേ ആളുകൾ പറയുമ്പോൾ കേരളത്തിലെ 75ഓളം നാടക സമിതികളുണ്ട്. ഒപ്പം തന്നെ ഗാനമേള അവതരിപ്പിക്കുന്നുണ്ട്, ഇതര കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊന്നും കോടീശ്വരന്മാരല്ല. എല്ലാവരും ഞാൻ മുമ്പ് പറഞ്ഞാൽ 1500 രൂപ 2 ഇതിൻ്റെയൊക്കെ മുതലാളിമാരെ അവരുടെ കാര്യമാണ് കഷ്ടം. എല്ലാം കെട്ടുതാലി പണയം വെച്ചിട്ട് സാർ ഇതൊക്കെ തുടങ്ങുന്നത് സമിതിയൊക്കെ. അപ്പം ഒരു വർഷം കൊണ്ട് ഞാൻ 283 നാടകമാണ് രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞ എനിക്ക് ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടുന്ന നാടകം കളിച്ചത്. ആ സ്ഥാനത്ത് ഇപ്പം നമ്മൾ നാടകക്കാരുടെ കഷ്ടി 100-ലെത്തിയാൽ ഭാഗ്യം എന്നാണ് പറയുന്നത്. അത് ഈ ഡബിൾ നാടകങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ്.
അപ്പം ഈ രാജ്യം മുഴുവൻ മൈക്ക് വെച്ച് കെട്ടാതെ നമ്മുടെ അമ്പലപ്പറമ്പിൽ മാത്രം 2-3 ബോക്സൊക്കെ വെച്ചൊന്ന് നാടകം കളിക്കാനുള്ളൊരു അവസ്ഥയോ അല്ലെ കലാകാരന്മാർ ഒന്ന് കാലിൽ പിടിച്ച അപേക്ഷ വയ്ക്കുക സാറേ കേട്ടോ. എല്ലാവർക്കും വേണ്ടി നാടക കലാകാരന്മാർക്ക് വേണ്ടി പറയുക, അതല്ലാതെ വേറൊന്നും പറയാനില്ല. മറ്റൊന്ന് സമർപ്പണം എന്ന് പറഞ്ഞത്, ഞാനൊരു മേസ്ത്രി പണിയാറിൻ്റെ മകനാണ്. എൻ്റെ അച്ഛൻ കരിങ്കല്ല് പണിയാരനായിരുന്നു, അമ്മ കർഷക തൊഴിലാളിയാണ്. അപ്പോൾ പ്രീ ഡിഗ്രി തോറ്റൊക്കെ നിൽക്കുക, പഠിത്തത്തെ കാര്യത്തിൽ വളരെ പുറകോട്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, പ്രീ ഡിഗ്രി തോറ്റ് വന്നപ്പോൾ ചോദിച്ചു, എന്നാ നമുക്ക് കറണ്ടി ചുറ്റി എടുക്കുന്നോ അതോ പഠിക്കാൻ പോകുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് നടനാകണമെന്ന് പറഞ്ഞ്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിയ കണ്ണാടിയില്ലേ, ചെറിയ കണ്ണാടി. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഉള്ള എൻ്റെ സൗന്ദര്യം വെച്ചാൽ ഞാനീ പറഞ്ഞത്. പിന്നെ വലിയ കണ്ണാടി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിക്കരുതായിരുന്നു. മൊത്തത്തിൽ കണ്ടപ്പോൾ ഇതിന് ഒരു കാരണത്തിനും കൊള്ളത്തില്ല ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പണിയെടുത്തു സാറേ, നന്നായിട്ട് പണിയെടുത്തു. ചോദിക്കേണ്ട വാതിലുകളൊക്കെ മുട്ടി, തട്ടിയും ഇപ്പം ഈ മേടിക്കുന്ന ഈ അവാർഡിൻ്റെ തുമ്പത്ത് വരെ എത്തിയത് എനിക്ക് ഒരുപാട് എൻ്റെ അച്ഛൻ്റെ കരിങ്കല്ല് പിടിച്ച കൈകളിലേക്കും പാടത്ത് ഞാറ് നട്ട എൻ്റെ അമ്മയുടെ കൈകളിലേക്കും എന്നെ ഇങ്ങനാക്കിയ എൻ്റെ നാടക ഗുരുക്കന്മാരും പിന്നെ നാടകത്തിന് വേണ്ടി നടന്ന് ഇടയ്ക്ക് കൊഴിഞ്ഞുപോയ ഒരുപാട് മഹാരഥന്മാരുണ്ട്. ഇപ്പം നമുക്ക് ധൈര്യപൂർവ്വം നാടക നടനാണ് അല്ലെ നാടകക്കാരനാണെന്ന് പറയാൻ പറ്റുന്നൊരു തലത്തിലേക്ക് നമ്മളെ എത്തിച്ച, ഞങ്ങൾക്ക് മുൻപേ നടന്ന ഒരുപാട് നാടക പ്രവർത്തകരുടെ കാൽക്കലേക്ക് ഈ സ്നേഹ സമ്മാനം, ഈ അവാർഡ് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരുടെ കാൽക്കൽ വെച്ച് സമർപ്പിക്കുന്നു. നാടകം വിജയിക്കട്ടെ, നാടകം എന്നും ഉണ്ടാകട്ടെ. മനുഷ്യനുള്ളിടത്തോളം കാലം ഉണ്ടാകുന്നൊരു കലയായിരിക്കും നാടകം. അതിനൊരു ഓരത്തോടെ എനിക്ക് നടക്കാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു. താങ്ക് യു. ഈ അവാർഡിലേക്ക് എന്നെ എത്തിച്ച ബഹുമാന്യനായ സാറിന് ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഞാൻ മുമ്പേ സാർ പറഞ്ഞതുപോലെ ഞെട്ടിപ്പോയി സാറേ. ഇങ്ങനെയൊക്കെ നമ്മളെ വിളിച്ചൊരു ഫോൺ കോളിലൂടെ അവാർഡുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ ഒറ്റ ഇക്കിളായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ എനിക്കോ എന്ന് പറയും. ഞാൻ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ 28 വർഷമായി മലയാള നാടകവേദിയിൽ. അപ്പോൾ 40 വർഷമായ തോമ്പിൽ രാജശേഖരനെ പോലുള്ള അല്ലെ വക്കേഷ് ഷക്കീർ സാറിനെ പോലുള്ളവരുടെ കൂടെയൊക്കെ ഞാൻ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ കിട്ടാത്തൊരു വലിയ അംഗീകാരം കിട്ടാത്ത ആരുടെയൊക്കെയോ അനുഗ്രഹവും ഒരുപാട് പേരുടെ ഗുണം കൊണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ സമ്മാനം മലയാള നാടകവേദിക്ക് മുഴുവൻ സമർപ്പിക്കുന്നു. താങ്ക് യു.